നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മോനൊന്നും പറ്റില്ല. എന്റെ ഈശ്വരന്മാരെ, ഒന്നും സംഭവിക്കില്ല. കാര്യങ്ങളെല്ലാം നന്ദി മനസ്സിലാക്കാൻ ശ്രമിക്കേ. എനിക്കിത് താങ്ങാൻ പറ്റില്ല. ഡോക്ടർ അവിടെ, ഞാൻ ചെന്ന് കാല് പിടിക്കാം. എന്റെ മോനെ രക്ഷിച്ചെടുക്കണം. ഡോക്ടർ വരും മോളെ. വേണ്ട, ചെല്ലട്ടെ, തടയണ്ട. രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ കിട്ടണം. എനിക്കിപ്പോ ഡോക്ടർ ദൈവത്തെ പോലെയാ. ഡോക്ടറോട് ഞാൻ പ്രാർത്ഥിക്കുക, എന്റെ മോനെ രക്ഷിക്കണം. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. ഞാൻ മാത്രമല്ല, വേറെ ഡോക്ടേഴ്സിനെ അറിയിച്ചിട്ടുമുണ്ട്. പരമാവധി ശ്രമിക്കും. പക്ഷെ ഞങ്ങളാരും ദൈവങ്ങളല്ലല്ലോ. മനസ്സ് ശാന്തമാക്കിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കേ. ചെല്ലേ. ആരെ അകത്തേക്ക് കയറ്റി വിടില്ലല്ലേ? എനിക്കെന്റെ മോനെ ഒന്ന് കാണണമായിരുന്നു. അകത്തേക്ക് വിടില്ല. എന്തിനാ ഇപ്പൊ അകത്തേക്ക് പോകുന്നത്? അവന്റെ ഈ അവസ്ഥ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. എല്ലാം വരുത്തി വെച്ചിട്ടിപ്പോ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ വിധിയാ. വരുത്തി വെക്കുന്ന വിധി അല്ലാതെ എന്താ? ഈ സയൻസും പ്രാക്ടിക്കലും പരീക്ഷണവും ഒന്നും വേണ്ടെന്ന് പല തവണ പറഞ്ഞതല്ലേ ഞാൻ. അപ്പൊ അവനെ സയന്റിസ്റ്റ് ആക്കണമെന്ന് നിർബന്ധം. ഇപ്പൊ അനുഭവിക്കുന്നതാരാ? അവൻ തന്നെ. ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒഴിവാകാൻ പറ്റില്ല. മക്കൾ നന്നായി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നേരാ. എന്തായാലും അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നല്ലോ. നീരജെ, മതി. ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിലും പറഞ്ഞിട്ടിപ്പൊ എന്താ കാര്യം? മോനൊന്നും സുഖായിക്കോട്ടെ. അതുവരെ എന്ത് കുറ്റപ്പെടുത്തിയാലും ഞാൻ സഹിക്കാം. അത് കഴിഞ്ഞ പിന്നെ എന്റെ ആവശ്യം വരില്ല. പ്രിൻസേ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു. എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചതാണ് നടത്താൻ കഴിഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ഈ ചാണ്ടിച്ചായന്റെ മനസ്സിൽ വല്ലാത്ത എന്തോ പ്രയാസമുണ്ട്. ദിയ പറഞ്ഞതിൽ തന്നെ ഉത്തരവുണ്ട്. നിങ്ങളുടെ ഈ ചാണ്ടിച്ചാൻ എന്ന് വെച്ചാ നമ്മുടെ ഈ ചാണ്ടിച്ചാൻ എന്ന, അതിനപ്പുറം ഒരു മനസ്സുണ്ട് അയാൾക്ക്. സ്വന്തം കാര്യത്തിന്, അവനവന്റെ ആവശ്യത്തിന് മറ്റുള്ളവരെ സജ്ജീകരിക്കുന്ന ഒരാളാണ് ഈ ചാണ്ടി. നിനക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഒരാളെ മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. മണി മോട്ടീവാണ് ചാണ്ടിച്ചായൻ. അവിടെ നിനക്ക് തെറ്റി. കാശു മാത്രമല്ല അയാളുടെ ലക്ഷ്യം, ആസ്വദിക്കുക എന്നതാണ്. അതിനിടയിൽ മറ്റൊരാൾക്ക് എന്ത് സംഭവിച്ചാലും അയാൾ കെയർ ചെയ്യാറേയില്ല. ഇപ്പൊ ഈ കാര്യം തന്നെ നോക്കും. അയാളുടെ ലക്ഷ്യം നന്ദിതയായിരുന്നു. തീരെ ചെറുപ്പമുള്ള സ്ത്രീയല്ല നന്ദിത. പക്ഷെ അയാൾ എയിം വെച്ചാൽ അത് ഏത് തരത്തിൽ നടത്തും. സത്യം പറഞ്ഞാ അതൊരിക്കലും നടക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നന്ദിതെ ശിവദാസിനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത്. അങ്ങനെയെങ്കിലും ചാണ്ടി ഒഴിഞ്ഞു പോകുമല്ലോ. എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല പ്രിൻസ്. ആവശ്യമില്ലാതെ ശരീരഭാഷ നോക്കി നടക്കുന്ന ആൾക്കാരോട് ഒരു താല്പര്യവും എനിക്കില്ല. ചാണ്ടി അത്ര വലിയ ആളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കൂടെ നിർത്താൻ കൊള്ളാം. കൂടെ നിർത്തുന്നുണ്ട്. പക്ഷെ ഈ വിചാരിക്കുന്നത് പോലെ നന്ദിതയോടുള്ള ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ ഒരു വിചാരം വെച്ച് തന്നെ മനഃപൂർവ്വം കാൽക്കുലേറ്റ് ചെയ്താണ് ശിവദാസും നന്ദിതയും തമ്മിലുള്ള കല്യാണം സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്.
നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളല്ലേ പ്രധാനം. അപ്പോ എനിക്കൊരു സംശയമുണ്ട്. എന്താ? പ്രിൻസ് ഓരോ സ്റ്റെപ്പും വെക്കുന്നത് പ്രിൻസിന്റെ ഉയർച്ചയ്ക്കാ. അവിടെ ചാണ്ടി ഒരു വിഷയമല്ലാണ്ടായി. നാളെ ഞാനും അങ്ങനെ ആവില്ലേ? കാശാണ് പ്രിൻസിന് പ്രധാനമെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം കാശിനൊരു പ്രാധാന്യവും ഇല്ല. ലക്ഷ്യങ്ങളാണ് പ്രധാനം. ദിയ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ചാണ്ടിച്ചേനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതുപോലെ നാളെ ദിയെ മാറ്റി നിർത്തൂന്നല്ലേ? അതൊരിക്കലും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഫ്രോഡ് തരത്തിൽ ചിന്തിക്കാറില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കാശ് കാശിന്റെ വഴിക്കങ്ങ് പോകും, പക്ഷേ മനസ്സ് മനസ്സിന്റെ വഴിക്ക് പോകില്ല. അത് സ്റ്റിക്ക് ഓൺ ചെയ്യും. എവിടെയെങ്കിലും എന്റെ മനസ്സ് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അത് ദിയയാണ്. അല്ലാതെ ജീവിക്കാൻ വരുമാന മാർഗമില്ലാതെ കാശിന് വേണ്ടി ഓടുന്ന ഒരാളല്ല പ്രിൻസ്. അധികവും നല്ല കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടറോട് സംസാരിച്ചിട്ട് ഇതൊരു ഹോപ്പ്ലെസ് കണ്ടീഷനാണെന്നാണ് അവർ പറയുന്നത്. ഇത്തരം കേസുകളിൽ സാധാരണ ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് അവർ പറയുന്നത്. അത് ഇവര് പറയുന്നതല്ലേ ശിവദാസേ? നമുക്ക് മറ്റു സാധ്യത കൂടി നോക്കണം. അതേ ദാസങ്ങളെ, ഏത് വിധത്തിലും അവനെ കുഴപ്പമില്ലാതെ രക്ഷപ്പെടുത്തണം. അതിന് ക്യാഷ് ഒരു പ്രോബ്ലം ആവരുത്. എന്താ, ചില സമയത്ത് പണത്തിന് കടലാസിന്റെ വില പോലും ഉണ്ടാവത്തില്ല. എത്ര കൊടുക്കാമെന്ന് പറഞ്ഞാലും വൈദ്യശാസ്ത്രം നമ്മോട് കൈമലർത്തി കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാം. മോഹൻ ആരോഗ്യത്തോടെ തിരിച്ചു വരും അല്ലേ ശിവദാസ്? വരും മുത്തശ്ശ, അങ്ങനെ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം വേണം നമുക്ക്. നല്ല ദാസങ്ങളെ, വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അതില് എന്തെങ്കിലും ആശയ്ക്ക് വകയുണ്ടോ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ മാസത്തിൽ ഒരിക്കൽ വിസിറ്റിംഗ് ഡോക്ടറായിട്ട് വരാറുണ്ട്. ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ്. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കും. എന്റെ കൃഷ്ണ, എന്താ ആലോചിച്ചിരിക്കുന്നത്? ആ ചെറുക്കനെ പറ്റി ആലോചിച്ചതാ. ആ ചെറുക്കന് സീരിയസ് ആണെന്നാ പറഞ്ഞു കേട്ടത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വിഷമിച്ച് നന്ദനയും കൊണ്ട് ശരണി ഇവിടുന്ന് പോവില്ല. അവൻ പോകുന്ന കാര്യമൊക്കെ വിട്ടേക്കമ്മേ. അവൾ എന്ത് പറഞ്ഞാലും അതിനൊപ്പം ഓടുന്നവനവൻ. പക്ഷെ ഈ കാര്യത്തില് അമ്മ പറയുന്നത് പോലെ എനിക്ക് സംശയമുണ്ട്. ആ ചെറുക്കന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ശരണ്യ പറയുമ്പോഴെല്ലാം വലിയ ബുദ്ധിജീവിയാണല്ലോ ചെക്കൻ. അതങ്ങ് തീർന്നു കിട്ടി. എന്റെ മോളെ, നമ്മളെ പോലൊന്നും ജീവിക്കാനുള്ള വിധിയില്ല ഈ ശരണ്യയുടെ കുടുംബത്തിനൊന്നും. ഓരോരോ കഷ്ടകാലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദൈവനിശ്ചയം അല്ലാതെന്താ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ശരണ്യയുടെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇപ്പോഴും വക്കീലാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. എന്തൊക്കെയാ മനസ്സില്? പിന്നെ ആവശ്യമില്ലാത്ത അഭിമാനവും. അഭിമാനമൊക്കെ അവിടെ നിക്കട്ടെ. ഇപ്പൊ കണ്ടില്ലേ, എന്ത് പറഞ്ഞാ ഇനി അഹങ്കരിക്കുക അല്ലെങ്കിൽ അഭിമാനിക്കുക? അനിയത്തി പോലീസ് കസ്റ്റഡിയിലായി, മയക്കുമരുന്ന് കേസിലെ പ്രതിയായി. ഇപ്പതാ ആ ചെറുക്കനും ഇങ്ങനെയായി. ആശുപത്രി കിടക്കയിൽ നിന്നെങ്ങാനും ചെറുക്കന് വല്ലത് സംഭവിച്ചു പോയാ? രോഹിണി, ഇതുപോലത്തെ അനാവശ്യങ്ങൾ പറയരുത്. കുട്ടിക്കാണ് അപകടം പറ്റി കിടക്കുന്നത്. സുഖപ്പെട്ടു വരട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. ഞാൻ എന്തിനു വിചാരിക്കണം? അവരുടെ കുട്ടിയല്ലേ, നമ്മുടെ ആരൊന്നും അല്ലല്ലോ. ആരും അല്ലേലും വയ്യാതെ കിടക്കുന്ന ഒരു കുട്ടിയെ സഹാനുഭൂതിയോട് കാണണം. അമ്മേ, കൊറേ കാലമായിട്ട് ഞാൻ അച്ഛനെ ശ്രദ്ധിക്കുക.
അച്ഛന് ശരണ്യോടും അവളെ കുടുംബത്തോടും വല്ലാത്തൊരു സഹാനുഭൂതിയാ.